ഹായ് ഫ്രണ്ട്സ്, വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏത്തക്ക ചിപ്സ് നല്ല കനം കുറച്ച് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഗ്രേറ്റർ ഇല്ലെങ്കിൽ കഴിയുന്നത്ര തിന്നായിട്ട് കത്തി കൊണ്ട് അരിഞ്ഞ് ഒരു പ്ലേറ്റിലിട്ട ശേഷം എണ്ണ ചൂടാക്കി അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ വീട്ടിലുണ്ടെങ്കിൽ ഇനി മുതൽ നമുക്ക് ബേക്കറികളിൽ നിന്നും വാങ്ങുന്ന ചിപ്സിനേക്കാളും നല്ല ചിപ്സ് ശുദ്ധമായ എണ്ണയിൽ വീട്ടിലുണ്ടാക്കാം. ഇതിൽ നമുക്ക് നല്ല തിന്നായിട്ടുള്ള ചിപ്സ് ഉണ്ടാക്കിയെടുക്കാം. കനമുള്ള ചിപ്സ് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ബ്ലേഡിൻ്റെ ഈ ഗ്യാപ്പിലൊന്ന് ചെറുതായിട്ട് ഒന്ന് എന്തെങ്കിലും കൊണ്ടൊന്ന് അകത്തി കൊടുത്താൽ മതി. ഇതുപോലുള്ള ഗ്രേറ്റർ ആണെങ്കിൽ ഇതിൻ്റെ നോബൊന്ന് തിരിച്ച് നമുക്ക് ഏത് തിക്നെസ്സിൽ വേണമെങ്കിലും ചിപ്സ് ഉണ്ടാക്കാം. ഞാനിവിടെ 2 കിലോ പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയത്. ഇനി ഇത് നമുക്കിതിൻ്റെ തോല് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഇതിൻ്റെ 2 സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ തോലെടുക്കുന്നത്. ഇതാ ഇങ്ങനെ ഈ എഡ്ജസിലെല്ലാം ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിലെ കായിൽ മുട്ടത്തക്ക മാതിരി ഉള്ളിലേക്ക് ആഴത്തിൽ വരയരുത്, ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇത് ഒരു സൈഡിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ ഈസിയാണ്. ഒരു ശകലവും മുറിയാതെ ഇതേപോലെ നന്നായിട്ട് പൊളിച്ചെടുക്കണം. ഈ തോല് ഞാൻ കളയുന്നില്ല. ഇത് തോരൻ വെക്കാൻ നല്ലതാണ്, പയറിട്ട് തോരൻ വെക്കാൻ നല്ലതാണ്. ഈ ഏത്തക്ക എടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് കറയൊക്കെ പറ്റും. നിങ്ങൾ ഉപ്പ് കയ്യിൽ തേക്കുകയോ അല്ലെങ്കിൽ കുറച്ച് എണ്ണ തേക്കുകയോ ഒക്കെ ചെയ്താൽ അത്ര കറയുണ്ടാവില്ല. ഇതേപോലെ എല്ലാം തോല് കളഞ്ഞെടുക്കണം. ഇനി ഈ ഏത്തക്ക എല്ലാം നികക്ക വെള്ളം ഒഴിച്ചൊരു പാത്രത്തിലിടണം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. ഇത് കറ പോകാനാണ്. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് വെള്ളം തോരാനായിട്ട് ഒരു അരിപ്പയിലേക്ക് എടുത്ത് വെക്കണം. ഏത്തക്ക എല്ലാം ഇപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടത് കൊണ്ട് നല്ല കളറും ഉണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കണം. ചിപ്സ് ഉണ്ടാക്കാൻ ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഉപ്പേരിക്ക് നല്ല ടേസ്റ്റാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഈ എണ്ണയിലേക്ക് ഡയറക്റ്റായിട്ട് ഏത്തക്ക ചീകി ഇട്ട് കൊടുക്കണം. ഈ ഏത്തക്ക എണ്ണയിലേക്ക് ഇട്ട ഉടനെ അത് ഇളക്കരുത്, കുഴഞ്ഞു പോകും. കുറച്ച് കഴിഞ്ഞ ശേഷം മാത്രം ഇളക്കണം. ഇനിയും പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ പതുക്കെ വേണം ഇളക്കാൻ. വല്ലാതിട്ടങ്ങ് ആദ്യം ഇളക്കരുത്. കുറച്ച് മൂത്ത ശേഷം മാത്രമേ പിന്നെ നന്നായിട്ട് ഇളക്കാവൂ. ഇനിയും കുറച്ച് ഉപ്പ് നമുക്കൊന്ന് കട്ടിയായിട്ട് കലക്കി വെക്കണം. 2 തരത്തിൽ നമുക്ക് ചിപ്സിൽ ഉപ്പ് ചേർക്കാം. ഈ ചിപ്സ് ഏകദേശം പകുതി മൂക്കാറാവുമ്പോൾ ഈ ചീനച്ചട്ടിയിലേക്ക് അല്പം ഉപ്പുനീര് ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് ഉപ്പ് ഒഴിക്കുമ്പോൾ തീ നന്നായി കുറച്ച് വെക്കണം. രണ്ടാമത്തേത് വറുത്ത് കോരിയ ശേഷം ഉപ്പ് തളിച്ചു കൊടുക്കാം. ചിപ്സ് വറുത്ത് കോരിയ ശേഷം ഉപ്പ് തളിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ചിപ്സ് ഒന്ന് മൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം.
ഇത് പാകത്തിന് ഇപ്പം മൂത്തിട്ടുണ്ട്. നമുക്കിതിനി കോരിയെടുക്കാം. എണ്ണയുടെ പത വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂത്തു എന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ കുറച്ച് ഉപ്പുനീര് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ തളിച്ച് കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇത് ചൂടോടെ തന്നെ ചെയ്യണം. ശുദ്ധമായ എണ്ണയിൽ വറുത്തെടുത്ത നല്ല കനം കുറഞ്ഞ ഏത്തക്ക ചിപ്സ് റെഡി. ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ വീട്ടിൽ തന്നെ ചിപ്സ് ഉണ്ടാക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.